രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പുതിയൊരു ദിശയിലേക്ക് സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഓസ്ട്രേലിയൻ പര്യടനം നടത്തുന്ന ടീം ഇന്ത്യ ഡേ നൈറ്റ് ടെസ്റ്റിൽ 10 വിക്കറ്റ് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ടെസ്റ്റിൽ ഓസ്ട്രേലിയ അപരാജിതരായി തുടരുന്ന അഡ്ലൈഡ് ഓവലിലായിരുന്നു ഇന്ത്യയുടെ തോൽവി എന്നതിൽ അത്ഭുതമില്ല. അഡ്ലൈഡ് ഓവൽ സ്റ്റേഡിയത്തിൽ ഇതുവരെ ഓസ്ട്രേലിയ പിങ്ക് ബോൾ ടെസ്റ്റിൽ പരാജയം അറിഞ്ഞിട്ടില്ല എന്നതാണ് ചരിത്രം. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഡിസംബർ 14 മുതൽ ഗാബയിൽ ആരംഭിക്കും. ICC ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കളിക്കണമെങ്കിൽ പരമ്പരയിൽ ശേഷിക്കുന്ന ഒരു മത്സരത്തിൽ പോലും തോൽവി വഴങ്ങാൻ പാടില്ല എന്ന അവസ്ഥയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഓസ്ട്രേലിയ 2-ാം സ്ഥാനത്താണ്. ഗാബ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നേക്കും എന്ന നിരീക്ഷണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ടെസ്റ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റ് പരിഗണിക്കാൻ സാധ്യതയുള്ള 3 മാറ്റങ്ങൾ നോക്കാം. അശ്വിന് പകരം രവീന്ദ്ര ജഡേജ എന്നതാണ് സാധ്യതയുള്ള ഒരു മാറ്റം. അഡ്ലൈഡ് ടെസ്റ്റിൽ സ്പിന്നറുടെ റോളിൽ അശ്വിൻ ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11-ലുണ്ടായിരുന്നു. എന്നാൽ മത്സരത്തിൽ കാര്യമായ ചലനങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ അശ്വിന് സാധിച്ചില്ല. സ്റ്റേഡിയത്തിലെ പിച്ച് സ്പിന്നർമാർക്ക് ഒരു തരത്തിലുള്ള സഹായവും ചെയ്തില്ല. അശ്വിൻ മത്സരത്തിൽ ആകെ 18 ഓവർ മാത്രമാണ് പന്തെറിഞ്ഞത്. നേടാൻ സാധിച്ചത് മിച്ചൽ മാർഷിന്റെ ഒരു വിക്കറ്റ് മാത്രവും. ന്യൂസിലൻഡിന്റെ ഇന്ത്യൻ സന്ദർശനം മുതൽ അശ്വിൻ ഫോമിലല്ല. ന്യൂസിലൻഡിനെതിരെ 3 മത്സരങ്ങളിൽ നിന്ന് 9 വിക്കറ്റ് മാത്രമാണ് അശ്വിൻ നേടിയത്. അതുകൊണ്ട് തന്നെ അശ്വിനെ പുറത്തിരുത്തി രവീന്ദ്ര ജഡേജയെ പ്ലേയിങ് 11-ൽ ഇറക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. ന്യൂസിലൻഡിനെതിരെ 16 വിക്കറ്റ് ജഡേജ സ്വന്തമാക്കിയിരുന്നു. ഓസ്ട്രേലിയയിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ചരിത്രവും ജഡേജയ്ക്ക് സ്വന്തമാണ്. 43.75 ശരാശരി ഓസ്ട്രേലിയൻ മണ്ണിൽ ജഡേജയ്ക്കുണ്ട്. ഹർഷിത് റാണയ്ക്ക് പകരം ആകാശ് ദീപ് എത്താനും സാധ്യതയുണ്ട്. പന്ത് സ്വിംഗ് ചെയ്യിക്കാനുള്ള കഴിവും ലൈനും ലെങ്ത്തും നിലനിർത്താനുള്ള കൃത്യതയും ഉള്ള ബൗളറാണ് ആകാശ് ദീപ്. ഈ വർഷം ആദ്യം റാഞ്ചിയിൽ ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറ്റ ടെസ്റ്റ് കളിച്ച ആകാശ് ദീപ് 3 വിക്കറ്റ് വീഴ്ത്തി തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. ഇതുവരെ 5 ടെസ്റ്റ് കളിച്ച ആകാശ് ദീപ് 25.8 ശരാശരിയിൽ 10 വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഹർഷിത് റാണയാവട്ടെ അഡ്ലൈഡ് ടെസ്റ്റിൽ 1 വിക്കറ്റ് പോലും നേടിയിട്ടില്ല. ടെസ്റ്റിൽ ഹർഷിത് പരുവപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു പ്രകടനം. അതുപോലെ പേസ് ബൗളർമാർക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ് ഗാബ പിച്ചെങ്കിൽ എന്തുകൊണ്ടും 3-ാം ടെസ്റ്റിൽ ടീമിലേക്ക് പരിഗണിക്കേണ്ട താരമാണ് പ്രസിദ്ധ് കൃഷ്ണ. റൺസ് വഴങ്ങുന്നതിൽ പിശുക്ക് കാണിക്കാറില്ല എന്നതാണ് പ്രസിദ്ധ് കൃഷ്ണയുടെ ഏക പ്രശ്നം. എന്നാൽ വിക്കറ്റ് വീഴ്ത്തുന്നതിൽ പ്രസിദ്ധ് കൃഷ്ണ മിടുക്കനാണ്. ഓസ്ട്രേലിയ എക്കെതിരെ ഇന്ത്യ എക്ക് വേണ്ടി കളിച്ച് 10 വിക്കറ്റ് 2 ഇന്നിംഗ്സിലുമായി പ്രസിദ്ധ് നേടിയിരുന്നു. ഈ വർഷം ആദ്യം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് പ്രസിദ്ധ് കൃഷ്ണ അവസാനമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചത്. ഇതുവരെ 2 ടെസ്റ്റിൽ മാത്രമേ പ്രസിദ്ധ് കൃഷ്ണ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞിട്ടുള്ളൂ.